ശിവൻ തന്റെ കയ്യിലേന്തിയിരിക്കുന്ന കപാലം, ശിവന്റെ കയ്യിൽ ഒരു കപാലമുണ്ട്. ആ കപാലം എന്താണെന്നറിയുമോ? ഭക്തജനങ്ങളോട് പറയുകയാണ്, നീയും ഇതുപോലും, ഞാൻ സംഹാരമൂർത്തിയാണ്, എന്റെ അടുത്തു വരുന്നതോടുകൂടി നീയും ഇതുപോലൊരു കപാലമാകുമെന്ന് ബോധ്യപ്പെടുത്താൻ. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി അവസാനം മരണമുറപ്പായപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തന്റെ മന്ത്രിമാരോട് പറഞ്ഞു, പോകുന്ന വഴിയിൽ ഞാൻ മരണപ്പെട്ടാൽ എന്റെ ശവപ്പെട്ടിക്ക് 2 ദ്വാരങ്ങൾ 2 സൈഡിലും വെക്കണം, എന്റെ 2 കൈകളും പുറത്തേക്കിടണം. എന്തിനാണതെന്ന് മന്ത്രിമാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ലോകം കീഴടക്കി അലക്സാണ്ടർ ദി ഗ്രേറ്റ് ചക്രവർത്തിയും വെറും കൈയോടെയാ പോകുന്നത് എന്ന് നാട്ടുകാര് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് തലയോടാവും. ഈ സത്യം തിരിച്ചറിയാൻ നമ്മൾ എന്ത് വേണം? നമ്മളൊരു സ്കൂൾ പഠിക്കാൻ. ഏത് സ്കൂളാ? ആ സ്കൂളിന്റെ പേര് ഈ പാട്ടിന്റെ തുടക്കം. ഞാനിപ്പോ പാടിയ ഒരു പാട്ടിലെ വരിയ കമുകര പുരുഷോത്തമൻ പാടിയ പാട്ട്. രാജാ ഹരിശ്ചന്ദ്ര സിനിമയിൽ ചുടല കാക്കുന്ന ഹരിശ്ചന്ദ്രനെ അവതരിപ്പിച്ചുകൊണ്ട് തിക്കുറിശിയാണ് അതിൽ അഭിനയിച്ചത്. ആ പാട്ട് ഏത് സ്കൂളിലാ നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറയും. ആ പാട്ടിന്റെ പേര് ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ. ഇല്ലാ ജാതികൾ ഭേദവിചാരം ഇവിടെ പുക്കവ ഒരു കൈചാരം. ഏത് ജാതി ഭേദമുണ്ടോ? രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ രാമൻ പറയുന്നുണ്ട്, ഞാൻ രാജാവാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ ആഢ്യനാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന മ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ജന്തുക്കൾ പിടിച്ചു തിന്നാൽ ബ്രാഹ്മണന്റെ കാഷ്ടം സ്വർണത്തിൻ്റെതും താണജാതിക്കാരന്റെ കാഷ്ടം വെറും കാഷ്ടവുമാവുമോ? ഇല്ല, എല്ലാരുടെ കാഷ്ടവും കാഷ്ടം തന്നെ. മണ്ണിൽ കുഴിച്ചിട്ടാൽ MLA-നെയും MP-നെയും മന്ത്രി കുഴിച്ചിട്ടാൽ ഇത് MP-ന്റെ ശവാണ്. തിന്നണ്ടാന്ന് ഏതെങ്കിലും ക്രിമീടങ്ങൾ വേണ്ടെന്ന് വെക്കുമോ? ഇല്ല. തീയിൽ വെച്ചാലോ വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, വെറും വെണ്ണീരാവും.